ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് എഴുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരുമില്ല, പിള്ളേരൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേർ തന്നെ ഉള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ജസ്റ്റ് ഫുഡ് കഴിച്ചു, അപ്പൊ തന്നെ ഇറങ്ങി. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ഇല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല തിരക്കാണ്, പണിയോട് പണിയാണ്, നല്ല ബിസി ആണ്. ഞങ്ങളുടെ അവിടെ ആണെങ്കിലും ഭയങ്കര ഷോർട്ടേജ് ആണ് സ്റ്റാഫിന്. അപ്പൊ അത് കാരണം വരുന്ന ഷിഫ്റ്റുകളെല്ലാം എടുക്കും. അപ്പം ഈവനിങ് മോർണിംഗ് പോകുന്നു, ഈവനിങ് പോകുന്നു, അങ്ങനെ ഭയങ്കര തിരക്കാം. അപ്പോൾ ഇപ്പം നമ്മളിപ്പം ഞാനിപ്പോൾ തന്നെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യണ സമയത്താണെങ്കിൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാലും വീഡിയോ എടുത്ത് തരാനായിട്ട് ആരുമില്ല. പിള്ളേർക്ക് ക്ലാസ് തുടങ്ങി, വെക്കേഷൻ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നിട്ട് വാങ്ങിക്കാന്ന്, ഒരു സ്റ്റാൻഡ് വാങ്ങിക്കാന്ന്. അപ്പൊ എൻ്റെ ഏട്ടൻ പറഞ്ഞു എനിക്കൊരു സ്റ്റാൻഡ് വാങ്ങിച്ചു തരാമെന്ന്. സ്റ്റാൻഡ് വാങ്ങിക്കാനായിട്ട് ഇവിടെ ഹാമിൽട്ടണിലുള്ള JB ഹൈഫയോ അങ്ങനെ ഒരു കടയിലേക്ക് പോകട്ടോ. കുറെ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ വരുന്ന മറ്റേ ഇങ്ങനത്തെ സ്റ്റാൻഡുകളൊക്കെ ഗിംബലോട് കൂടിയിട്ടല്ലേ അല്ലേ? അങ്ങനെയാണോ അതിന് പറയാം? ഓക്കെ, അപ്പൊ സ്റ്റാൻഡല്ല വാങ്ങിക്കാൻ പോകണം, ഗിംബല വാങ്ങിക്കാൻ പോകട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ നടന്ന എന്നെങ്ങനെ തിരിയുന്നൊക്കെയാണ് എൻ്റെ ഇടം പറയുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇടം പറയണത്. നമുക്ക് നോക്കി വെക്കാം, അത് തിരിയോ ഞാൻ തിരിയേണ്ടി വരുമെന്ന്. അപ്പൊ ഞങ്ങളിന്ന് ചേട്ടൻ കുറെ നേരം കൊണ്ട് ഞാൻ വരുന്നവരെ, ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ നോക്കായിരുന്നു മറ്റേ വീഡിയോസ് ഒക്കെ കണ്ടല്ലേ. അപ്പം ഇവിടെ ഹാമിൽട്ടണിലെ ബേസിലാണ് നമുക്ക് ഈ കടയുള്ളത് കേട്ടോ. അപ്പൊ അവിടെ ഞങ്ങൾ നോക്കിയപ്പോ അത് 9 മണിക്ക് അടയ്ക്കുള്ളൂ പറഞ്ഞു. അതായിരുന്നു ഭാഗ്യം, സമാധാനത്തിൽ പോയാൽ മതി. അപ്പൊ പോയിട്ട് അപ്പൊ ഇപ്പൊ ആണെങ്കിൽ നോക്കി, അപ്പൊ വീഡിയോ എടുക്കുമ്പോ അങ്ങനെ അല്ല, വീഡിയോയിൽ പോകുമ്പോ അങ്ങനെ കുടുകുടുകുടുകുടുകുടുന്നനങ്ങില്ലേ, ഇനി തിരിച്ചു വരുമ്പോ കുടുകുടുകുടുകുന്നനങ്ങോ നോക്കാട്ടോ. അപ്പൊ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം. അപ്പൊ നമ്മൾ താഴെ വണ്ടി പാർക്ക് ചെയ്ത് പതുക്കെ രണ്ടുപേരും കൂടെ നടന്നു പോവാണ്. അപ്പൊ എൻ്റെ ഏട്ടൻ ചോദിക്കുകയാണ്, നീ ഇത് വോയിസ് ഓവർ ചെയ്തോളില്ലേ? അപ്പൊ നമ്മളിങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണേ, അല്ലെങ്കിൽ എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവില്ലേ. അങ്ങനെ ഞങ്ങൾ അതിനകത്തെത്തി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി JB ഹൈഫയിലേക്കാണ് പോണത്. അപ്പം അവിടെയാണ് നമ്മളിതിൻ്റെ ഓഫറൊക്കെ കണ്ടുവച്ചായിരുന്നത്. അപ്പം ഞങ്ങളിത് അങ്ങനെ അവിടെ എത്തി. അപ്പം ലോങ് വീക്കെൻഡിന് തന്നെ കുറേ ഓഫറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ നോക്കിയപ്പം ഒരുപാട് സാധനത്തിന് ഓഫർ ഉണ്ടായിരുന്നു അന്ന്. അപ്പം നമ്മൾക്ക് മെയിനായിട്ട് ഈ ഗിംബിൽ വാങ്ങിക്കേണ്ടതായിരുന്നു. അപ്പം നമ്മൾ അത് നോക്കിയായിരുന്നു പോയിരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പോയി നോക്കിയിട്ട് അവിടുത്തെ ആ പുള്ളിക്കാരനോട് ചോദിച്ചു അത് ഉണ്ടോയെന്ന് ചോദിച്ചു. നമ്മൾ ആദ്യം മൊബൈലിലാണ് നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ അവരുടെ സൈറ്റിനകത്ത്. അപ്പോൾ ആൾ പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി പോയായിരുന്നു ആ $165 ആയിരുന്നു. പക്ഷേ ആ പുള്ളിക്കാരൻ പറഞ്ഞു നമ്മളിപ്പം ഈ Insta360 ഫ്ലോ മറ്റേ ഈ പ്രോ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് AI ട്രാക്കിങ് സ്റ്റെബിലൈസർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കുറച്ചും കൂടി നല്ലത്, പക്ഷേ വൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് തന്നെ എടുത്തത്. അപ്പം ഞാനവിടെ നോക്കിയപ്പം കുറേ സാധനങ്ങൾക്ക് ഓഫറുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ എടുക്കുന്ന വീഡിയോ എടുത്തിട്ട് പോന്നു. പിന്നെ വരുന്ന വഴിക്ക് ഒരു കട കണ്ടപ്പം അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അതിന് ആ കവർ മൊത്തം കുറേ പപ്പിക്കുട്ടിയും സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മളിന്ന് എന്തായാലും ഒരു ബർത്ത്ഡേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അവിടെ പിള്ളേർക്കൊക്കെ കുഞ്ഞു പപ്പിക്കുട്ടികൾ കൊടുക്കാമെന്ന്. അപ്പോൾ അതേ കണ്ടോ, ഈ ഫ്ലവർ വേസ് നമുക്കപ്പോൾ മണി പ്ലാന്റ് ഇട്ട് വെക്കാനാണേ. ചേട്ടാ ഇപ്പൊ നമ്മൾ എന്താ ശരിക്കും വാങ്ങിക്കാൻ പോയേ? ഒരു കട ക്ലോസിംഗ് ആണ്. അപ്പം അവര് എല്ലാത്തിനും 70% എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചേക്കണം. ഇഷ്ടം പോലെ പപ്പിക്കുട്ടികളും ഇഷ്ടം പോലെ. കടയുടെ ഫോട്ടോ കാണിച്ചില്ലല്ലേ? കടയുടെ ഫോട്ടോ കാണിക്കേണ്ടതായിരുന്നു, അല്ല വീഡിയോ എടുക്കേണ്ടതായിരുന്നു. ഇഷ്ടം പോലെ മറ്റേ കീ ചെയിനുകളും അടിപൊളി കൊറേ സാധനങ്ങൾ, എല്ലാത്തിനും നല്ല നല്ല അടിപൊളി ലൈറ്റുകൾ അല്ലേ. $2 ഒരു സമയമില്ല. ഇപ്പൊ നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ ഉണ്ട്, അതിന് പോണം. ചെന്നിട്ട് എനിക്ക് തല കുളിക്കണം, അതാണ് മെയിൻ കാര്യം. എന്റെ മുടിയൊക്കെ ഉണ്ട് പപ്പി പോലെ ഇങ്ങനെ ഇതായിട്ടിരിക്കണം. അപ്പം സമയമില്ലാത്ത കാരണം ഞങ്ങൾ വേഗം ചറക്ക് പറക്കുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിള്ളേരുകൾക്ക് കുറച്ച് പപ്പിക്കുട്ടികളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി. ഇനിയിപ്പോ ഞങ്ങള് ഒരു കുഞ്ഞുവാവയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോവാ അല്ലേ? എവിടെ കേമാട്ട്? ഇസ്സായോച്ചാ കേമാട്ട് ഇല്ലേ? ഓ വേണ്ട വെച്ചാ സമയമില്ല, അടുത്ത ദിവസം വരാം. എവിടെ? ഞാൻ കണ്ടില്ല കേട്ടോ. ഇങ്ങോട്ട് കണ്ടോ? എവിടെ? കണ്ടിട്ടില്ല കേട്ടോ, വെറുതെ പറയണതാ. അപ്പൊ അങ്ങനെ ഞങ്ങൾ വേഗം പോയിക്കൊണ്ടിരിക്കാം. പിള്ളേരവിടെ ഓൾറെഡി
പിള്ളേരും ഓൾറെഡി കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ചെന്നിട്ട് വേണം. എനിക്ക് കുളിച്ചിട്ടാണ്, ഇവരൊക്കെ കുളിച്ചു, ഞാൻ കുളിച്ചിട്ട് മറ്റേ എന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി. അപ്പം ഇനി വേഗം പോയിട്ട് ഇനി നമുക്ക് അൺബോക്സ് ചെയ്യണ്ടേ ചേട്ടാ? അയ്യോ അയ്യോ. അപ്പോൾ ഞാൻ അതിനകത്ത് വെച്ചിട്ട് വീഡിയോ കാണണം. ഇപ്പം എൻ്റെ കയ്യിലാണ് ഇരിക്കണേട്ടാ. നീ വീട്ടിൽ ചെന്നിട്ട് വേണം അതൊന്ന് സെറ്റാക്കാൻ. ഇന്ന് പോയിട്ട് വരുമ്പോൾ നാളെ കാലത്തുണ്ട്. കാലത്തന്നെ ഡ്യൂട്ടി അല്ലേ? നാളെ കാലത്താണോ ഡ്യൂട്ടി? അങ്ങനെ സാധനങ്ങളൊക്കെ വീട്ടിൽ വേഗം കൊണ്ടുവച്ച് വേഗം തലയും മേലെ കുളിച്ച് ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പോകണം. എല്ലാവരും ഇപ്പം ഇതിനകത്ത് കാണുമ്പോൾ അത് ശരിക്കും ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഒരു ഗ്രീൻ കളർ ഡ്രസ്സാണ് ഞങ്ങൾ എല്ലാവരും ഇട്ടേക്കണേ. അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ എനിക്കത് കാണിക്കാൻ വേണ്ടി ഇവിടെ വൈകിട്ട് 6:45, പക്ഷെ നല്ല വെയിലാണ്. അപ്പോൾ ഇപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ കുറേ ലേറ്റ് ആയിട്ടാണ് നമുക്ക് ഇരുട്ടാവണത്. അപ്പോൾ ഇതും ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചൊരു പപ്പിക്കുട്ടിയാട്ടോ. കീ ചെയിനാണിത്. അപ്പോൾ പിള്ളേർ പറയുന്നത് ലബൂബിയാവുന്നു അങ്ങനെയൊക്കെ, പക്ഷെ അല്ല കേട്ടോ, ഇത് കുഞ്ഞൊരു പപ്പിക്കുട്ടിയാണ്. അത് യെല്ലോ കളറാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നലെ ഗിംബലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇതിന് തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത് ക്ലോസിംഗ് ആണ്. 3 ദിവസത്തേക്ക് വേണ്ടി അവർ സെയിൽ ഇട്ടുണ്ടായിരുന്നു 70% സാധനങ്ങൾ. അപ്പോൾ അവിടെ കുറെ പപ്പിക്കുട്ടികൾ വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ ഉള്ള ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ പിള്ളേർക്ക് കൊടുത്തു. പിന്നെ എന്താ വാങ്ങിച്ചത്, ഇങ്ങനത്തെ ഒരു സോക്സ്. പിന്നെ ഇവിടെ തണുപ്പല്ലേ വരാൻ പാടും. നല്ല കട്ടിയുള്ള സോക്സ് ആയിട്ട് നമുക്ക് നല്ല തിക്കാം, നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ സോക്സ് വാങ്ങിച്ചു. ഇതൊക്കെ ഭയങ്കര പൈസ കുറവായിരുന്നു. $2 അല്ലേ? $2. പിന്നെ എന്റെ ഫേവറേറ്റ് കളർ എന്നിട്ടാ എന്റെ യെല്ലോ, അതെല്ലാവർക്കും അറിയാം. 100 പ്രാവശ്യം പറയുന്നത്. അപ്പൊ എല്ലാം ഒരു പപ്പിക്കുട്ടീനെ വാങ്ങിച്ച് വാങ്ങിയില്ലേ? ഇതും $2. പിന്നെ ഇത് ആരത്, പൂച്ചാമിയോ? ഇതിനും വാങ്ങിച്ചു. ഇതെനിക്ക് കേട്ടാ ഇങ്ങനെ ഒരു യെല്ലോ ഇത് വാങ്ങിച്ചു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ വാങ്ങിച്ച Insta360, ഇന്നലെ ഞാൻ അപ്പൊ പറഞ്ഞിട്ടായിരുന്നു, Insta360 Flow 2 Pro ആണ്. ഇതിന് ശരിക്കുള്ള പ്രൈസ് ഇതിന്റെ വരുന്നത് 279 ആണ്. പക്ഷെ നമ്മൾ വാങ്ങിച്ചപ്പോൾ എത്രയായിരുന്നു? 220യോ? ഓക്കെ, 220ക്ക് നമ്മൾ വാങ്ങിച്ചത് 279 ആണ് ഇതിന്റെ. അപ്പൊ ഇത് AI ട്രാക്കിംഗ് സ്റ്റെബിലൈസർ ഉണ്ടെന്നാണ് ഇതിനകത്ത് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഇതില് എന്താ പറയാം, ഫോൾഡബിൾ ആണ്, പോർട്ടബിൾ ആണ്, 3 ആക്സിസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, 10 മണിക്കൂർ ബാറ്ററി ലൈഫ് ഉണ്ട്, എമർജൻസി പവർ ബാങ്ക്, പിന്നെ എന്താ മാഗ്നറ്റിക് ഫോൺ ക്ലാമ്പ് ഉണ്ട്. എല്ലാം അങ്ങനെ കുറെ അങ്ങനെ എന്താ പറയാ, ഒരു 1 2 3 4 5 6 കാര്യങ്ങളുണ്ട്. USB C to A ഏതായാലും കുഴപ്പമില്ല. പ്രൊട്ടക്റ്റീവ് പൗച്ച് അതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അടിപൊളി. നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഇത് തുറന്നു നോക്കാം. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാലോ. പൗച്ച് ഉണ്ട് ഇതിനകത്ത്, നോക്കി നോക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങള് മറ്റേ മൊബൈലൊക്കെ വാങ്ങിച്ചപ്പം അൺബോക്സിംഗ് ഒക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു അൺബോക്സിംഗ് സെറ്റപ്പ് ചെയ്യണതല്ലേ എൻ്റെ ചേട്ടാ? നമ്മളിതുവരെ അങ്ങനെ അൺബോക്സ് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ പല സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അൺബോക്സ് ചെയ്തിട്ട് ഇത് എങ്ങനെ ഇപ്പൊ തുറക്കാൻ ഇവിടെയാണ് ചറക്ക പറക്കാതെ ഇതൊക്കെ ഇങ്ങനെ വെട്ടിപ്പൊളിച്ചങ്ങ് എടുത്താൽ മതി. ആഹാ, അടിപൊളി. അങ്ങനെ ഒരു ഇത് തുറന്നു. അയ്യോ, എന്റെ നഖം പൊളിഞ്ഞു പോവും. കഴിഞ്ഞ ദിവസം പോയിട്ട് നഖം ചെയ്താട്ടോ. ഭംഗിയുണ്ട് വെച്ചാ. ഇതിലെന്താണ് ഫസ്റ്റ് തന്നെ? ഇതാണ് ഇതിനകത്ത് പൗച്ച്. ആഹാ, അടിപൊളി. അപ്പൊ ഇതിനകത്ത് കൊണ്ട് നടക്കാല്ലേ നമുക്ക്. നമ്മൾ വൈറ്റ് ആണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ വേറെ കളറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വൈറ്റ് ആണ് ഇത് വാങ്ങിച്ചേക്കണേ. ഇതിപ്പോ നമുക്ക് മറ്റേ സ്റ്റാൻഡിന് നീളം ഉണ്ടാവോ? ഹൈറ്റ് വരയ്ക്കാൻ പറ്റും അല്ലേ? ആഹാ, കിടന്നിരിക്കണ്ടല്ലോ. ഇത് എങ്ങനെ തിരിക്കും? ഇതിന്റെ സെറ്റപ്പ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇതെന്ത് ചെയ്യണം? ഇങ്ങനെ വെക്കണോ? ആണോ? അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. അത് മാഗ്നറ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട് അവിടെ നമുക്ക്. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയിട്ടോ. പെട്ടെന്ന് ഭയങ്കര ഹാർഡായിട്ട് പിടിച്ച്. ഓക്കെ, കാണിച്ചേ. അത് അയ്യോ അമ്മേ, ശരിക്കും അത് ഇതിലേക്ക് വീണ് എടുക്കണായിരിക്കും അല്ലേ? അപ്പൊ നമ്മള് ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തു. ഇനി ഞാൻ വീഡിയോ എടുക്കട്ടെ. അയ്യോ, എന്നെയാണ് ട്രാക്ക് ചെയ്തേക്കണം. എൻ്റെ ചുറ്റും ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പം എന്നെയാണ് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എങ്ങോട്ട് മാറ്റിയാലും എന്നെയാണ് എടുക്കണത്. അച്ഛൻ എടുക്കണേ
കുഴപ്പമില്ല ഇപ്പൊ. പക്ഷെ നമുക്ക് ഇത് സെറ്റപ്പുകൾ കുറെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഗൈഡ് ലൈൻ മറ്റേ നമുക്കൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ട് ഇനി എങ്ങനെയാന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ കുറച്ച് പണിയുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് നേരം കൊണ്ട് തല ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ 360 ഒക്കെ സംഭവം ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇതിപ്പോ ഒരു സെന്ററിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റും നടക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നടക്കും അല്ലേ. അപ്പൊ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഇനി സ്റ്റാൻഡ് പരിപാടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ റെഡി ആവുള്ളൂ. ഇപ്പൊ നമ്മളിങ്ങനെ ശാശൊന്ന് പിടിച്ചെന്നെ, നിങ്ങൾ പിടിക്കണേ. അവരുടെ ഇടയിൽ പിടിച്ചേക്കണേ. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് മൂവ് ചെയ്തോട്ടെ. അയ്യോ, ഇതിപ്പോ നമ്മുടെ പുതിയ ഐഫോണിൽ മറ്റേ ഇപ്പം ഐഫോണിലല്ല വാട്സപ്പിൽ പുതിയ സെറ്റിംഗ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് വെച്ച് നമ്മൾ എവിടെയാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യും, മാറും. അപ്പൊ ആ സെറ്റപ്പാണിത്. എന്നെയാണ്, എന്റെ തലക്കാണ് ഞാൻ ഇങ്ങനെ ട്രാക്ക്. എന്റെ തല രണ്ട് ഒബ്ജക്റ്റ് വെക്കാൻ പറ്റും. ആണോ? അപ്പൊ ഇത് പൊളി. അപ്പൊ നിന്റെ ഇഷ്ടപ്പെട്ടോ? ഇനി പണി നന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞങ്ങളുടെ പുതിയൊരു അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഡെയിലി വീഡിയോസ് ഒക്കെ ഇടാന്നാണ്. അപ്പം മറ്റേ റീലൊക്കെ നിർത്തി കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തായിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അതൊക്കെയാണ് പ്ലാനിങ് ഒന്നും നടക്കാറില്ല. എന്താ വെച്ചാൽ ഭയങ്കര ഡ്യൂട്ടി തിരക്കാം. അപ്പൊ അത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.